നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് 53. അവിദ്യയിൽ പലവിധത്തിൽ കഴിയുന്ന ബാലന്മാർ, ബോധശൂന്യർ, തങ്ങൾ കൃതാർത്ഥരാകുന്നുവെന്ന് അഭിമാനിക്കുന്നു. എന്തെന്നാൽ കർമാസക്തർ കർമ്മഫലത്തിലുള്ള ആഗ്രഹത്താൽ തത്വം അറിയുന്നവരല്ല. അതിനാൽ കർമ്മം ഫലം ക്ഷയിച്ച് ദുഃഖിതരായി ഭ്രഷ്ടരായി തീരുന്നു. ശ്രൗതസ്മാർത്ഥ കർമ്മങ്ങളെ ശ്രുതിയിലും സ്മൃതിയിലും സൂചിപ്പിക്കുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠമായി ചിന്തിക്കുന്ന മൂഢന്മാർ മറ്റൊരു ശ്രേയസാധനവും അറിയുന്നില്ല. സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ കർമ്മഫലം അനുഭവിച്ച് ആ ലോകത്തെയോ ഇതിലും ഹീനമായ ലോകത്തെയോ അവർ പ്രാപിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരും ജ്ഞാനികളും ആയ യാവജലരാണോ ഭിക്ഷാചരണം ചെയ്ത് വനത്തിൽ തപസ്സിനെയും ഉപാസനയെയും ആശ്രയിക്കുന്നു. അവ രജോദോഷം ശമിച്ച് സൂര്യമാർഗത്തിലൂടെ മരണരഹിതനും നാശരഹിതനുമായ ഹിരണ്യഗർഭനായ പുരുഷൻ എവിടെയാണോ അവിടെ എത്തുന്നു. ബ്രാഹ്മണർ കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെട്ട ലോകങ്ങൾ പരീക്ഷിച്ച് ചെയ്ത കർമ്മം കൊണ്ട് ചെയ്യപ്പെടാത്ത ഒന്നും ഉണ്ടാകുകയില്ല എന്നറിഞ്ഞ് വൈരാഗ്യം പ്രാപിക്കണം. അത് അറിയുന്നതിന് അവൻ കയ്യിൽ ചമത പിടിച്ച് വേദജ്ഞനും ബ്രഹ്മത്തിൽ നിഷ്ഠയുമുള്ളവനുമായ ഗുരുവിനെ തന്നെ നേരിട്ട് പ്രാപിക്കണം. ആ പണ്ഡിതൻ വേണ്ടവിധം അടുത്ത് എത്തിയവനും ശാന്തചിത്തനും അടക്കമുള്ളവനുമായ അവനായി യാതൊന്നിലാൽ നാശമില്ലാത്തവനും സത്യസ്വരൂപനുമായ പുരുഷനെ അറിയാൻ കഴിയും. ആ ബ്രഹ്മവിദ്യയെ ശരിയായ വിധം പറഞ്ഞു കൊടുക്കണം. നമസ്കാരം. അടുത്ത നാളെ.